ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് നമുക്കിവിടെ കൈകാര്യം ചെയ്യാനുള്ളത്. നമ്മുടെ ആധ്യാത്മികം കുടുംബം എന്ന ഈ ചാനലിലെ സ്ഥിരം പ്രേക്ഷകർ നിർബന്ധമായിട്ട് ഇത് കാണുമെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർ ഇത് മറ്റുള്ളവർക്ക് നിർബന്ധമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ആൾക്കാർ കൃത്യമായിട്ട് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അത് ഉറപ്പാണ്. എങ്ങനെയുള്ള ആൾക്കാർക്ക്? അവർ സ്നേഹിക്കുന്ന ആൾക്കാർ, ഈ കാണുന്ന വ്യക്തികൾ, ഈ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കും എന്നർത്ഥം. എന്താണെന്നല്ലേ, പലരുടെയും കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ ഡൈവേഴ്സിലേക്ക് എത്തുന്നു. സഹോദരി സഹോദരന്മാർ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമല്ല, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളും അകന്നു പോകുന്നു. ഇങ്ങനെ അകന്നു പോകുന്നതിനെ കൂട്ടിയിണക്കണം. ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്, എനിക്ക് പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് അവരോടൊപ്പം സന്തോഷിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണത്തിന്, അച്ഛനും മക്കളും തമ്മിൽ തെറ്റില്ല. മക്കള് അച്ഛന് തെറി പറയും, അച്ഛനോട് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മയോട് കൂട്ടുകൂടുന്നില്ല, അവരെയൊക്കെ വളരെ മോശമായി പെരുമാറുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറില്ലേ? അപ്പോൾ അവർ വേറെ താമസിക്കുന്നു. അപ്പോൾ ആ അച്ഛനും അമ്മയും ചിന്തിക്കും, എനിക്ക് എൻ്റെ മക്കളെ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യത്തിനുള്ള കഴിഞ്ഞു, എൻ്റെ മക്കളോട് ഒന്നിച്ച് താമസിക്കണം, അവരുടെ അടുപ്പം എനിക്ക് വേണം, അവരുടെ സ്നേഹം എനിക്ക് വേണം. ചില മക്കൾ, അപൂർവം ചില മക്കൾ ചിന്തിക്കും, ഞാൻ അന്ന് പറഞ്ഞത് അബദ്ധമായിപ്പോയി, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം എനിക്ക് തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം ചില മക്കളുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് കയറി ആ സ്നേഹം സ്ഥാപിക്കാൻ ഒരു വിഷമമുണ്ടാവും. അപ്പോൾ അവരെ അങ്ങനെ അകന്നു നിൽക്കുന്ന ആൾക്കാരെ വീണ്ടും കൂട്ടിച്ചേർക്കാം. അപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മാത്രമേ താല്പര്യം ഉണ്ടാവില്ല, മക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ആ മക്കൾക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാകും, അവർ നമ്മളെ വിളിക്കും, ഉറപ്പാണ്. അതുപോലെ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങി, അപ്പോൾ ഒരാൾ വിചാരിക്കുന്നു, എനിക്ക് എൻ്റെ സഹോദരനായിട്ട് സ്നേഹബന്ധം പുലർത്തണം. വീണ്ടും അങ്ങനെ ആഗ്രഹമുണ്ടാവും. അയാൾ നിങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പിണങ്ങിയിട്ട് നിൽക്കുകയാണെന്നിരിക്കട്ടെ, അവരെ തിരിച്ച് നമ്മളോട് സ്നേഹമുള്ളവരാക്കാം. ഭാര്യാഭർത്താക്കന്മാരാവട്ടെ, പിണങ്ങി കീരിയും പാമ്പും പോലെയായിരുന്നു. എന്നാലും ആർക്കാണോ തെറ്റുകളെല്ലാം എൻ്റെ തന്നെയാണ് തെറ്റ്, ഞാൻ തെറ്റ് തിരുത്തിയിട്ട് പുതിയൊരു മനുഷ്യനെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ സഹകരിക്കുന്നില്ല. ഒന്നും വിഷമിക്കേണ്ട, അതിനുള്ള പരിഹാരം. ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ, സഹോദരങ്ങൾ ഇനി വേറെയുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരൊക്കെ കല്യാണം ഉറപ്പിച്ചതാണ്. പക്ഷേ അവർ തമ്മിൽ പിണക്കം. എനിക്കിവനെ കല്യാണം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ പെണ്ണിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല, ഈ ഒരു കർമ്മം അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇതൊരു വശീകരണ മന്ത്ര, ഇതൊരു വശീകരണ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മുടെ ഇംഗിതത്തിന് കൊണ്ടുവരിക, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുവരിക. എന്നാൽ നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു കക്ഷിയാണെന്നിരിക്കട്ടെ, നമ്മൾക്ക് താല്പര്യമുണ്ട്, എതിരാളികൾക്ക് നമ്മളോട് താല്പര്യമില്ല എന്ന് വെച്ചാൽ അവർ ഒരു സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്നൊരു പെൺകുട്ടി, സുന്ദരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, ഞാനോ വിദ്യയില്ലാത്തവനാണ്, സാമ്പത്തികമില്ലാത്തവനാണ്, മാത്രമല്ല കുലത്തിലായാലും ധർമ്മത്തിലായാലും എല്ലാം ഞാൻ വളരെ വൃത്തികെട്ടവനാണ്, മദ്യപേനയാണ്, അങ്ങനെ ഒരു കാരണവശാലും ചേരാത്ത രണ്ട് ബന്ധങ്ങൾ. എന്നിട്ട് ഞാൻ ആ പെൺകുട്ടിയെ വശീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചടിക്കും എന്നും കൂടി ഓർക്കണം. അത് നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടാകും, അത് ചിലപ്പോൾ നമ്മുടെ മരണത്തിൽ പോലും കലാശിക്കും. അർഹതയില്ലാത്തത് മാത്രമല്ല, ഒരു നിഷ്കളങ്കമായിട്ടുള്ളതിനെ കാമാർത്തി കൊണ്ടോ ആർത്തി കൊണ്ടോ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിക്കും. അല്ല, ശ്രേഷ്ഠമായ പവിത്രമായിട്ടുള്ള
നിഷ്കളങ്കമായ ചിന്തയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നർത്ഥം. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ, കുടുംബത്തിലുണ്ടാകുന്ന ആ അകൽച്ച ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇത് ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കുടുംബം ശ്രേഷ്ഠമാക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ചെയ്യാം, ഭർത്താവിന് ചെയ്യാം, അച്ഛനമ്മമാർക്ക് ചെയ്യാം, മക്കൾക്ക് ചെയ്യാം, സഹോദരങ്ങൾക്ക് ചെയ്യാം, സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവും അവർക്കും ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ഇത് എന്താ വേണ്ടത് വെച്ചാൽ, ഇത് നമുക്ക് ഫോണിലെ ആൾക്കാർക്കാണ് വളരെ എളുപ്പത്തിൽ കാര്യം നടക്കുക. ഫോണാണ് നല്ലത്. അത് സ്മാർട്ട് ഫോൺ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും ഒരു ഫോൺ മതി. എന്ന് വെച്ചാൽ ഞാൻ ആരെയാണോ വശീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരും ഞാനും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. ബന്ധമില്ലാത്ത ആളായിരിക്കരുത്, അതാണ് ഒന്ന്. അവരുടെ പേര് നമ്മുടെ ഫോണിൽ സേവ് ആയിരിക്കണം. ഫോൺ നമ്പറും ഇതുണ്ടാവില്ല, അത് നമ്മൾ സേവ് ആയിരിക്കണം. അപ്പോൾ അവർ നമ്മളായിട്ട് ബന്ധമുള്ളതായിരിക്കും. ഇടയ്ക്ക് പണങ്ങി പിരിഞ്ഞതാണല്ലോ, അങ്ങനെയുള്ള ആളായിരിക്കണം. അല്ലാതെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ദോഷം ചെയ്യും എന്നർത്ഥം. അപ്പോഴെന്ത് വേണം, ഇത് ചെയ്യാനുള്ള സമയം, ഈ വശീകരണമായിട്ടുള്ള മന്ത്രം ഉപയോഗിക്കാനുള്ള സമയമുണ്ട്. ഇതിന് നിലവിളക്ക് കൊളുത്തുകയോ പൂജാദ്രവ്യങ്ങൾ ഒരുക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ കിടക്കുന്ന അവസരത്തിൽ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ടാവും. നൈറ്റ് ഡ്യൂട്ടിക്കാർ ചിലപ്പോൾ പകലായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവും. എന്നാൽ അതിന് ആ സമയത്തായാലും മതി, എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്ത്. പക്ഷേ ശരീരശുദ്ധി ഉണ്ടാവണം. കുളിക്കാൻ പറ്റില്ലെങ്കിൽ കൈകാലുകളൊക്കെ കഴുകിയിട്ടെങ്കിലും ഒരു ശുദ്ധി വരുത്തണം എന്നർത്ഥം. ഇത് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, ഉത്തമം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തുള്ള വീടിൻ്റെ വടക്ക് ഭാഗത്ത് വടക്കോട്ട് നോക്കി ഇരുന്ന് കൊണ്ട് ചെയ്യുന്നതാണ് ഉത്തമം. ഇനി അല്ല അങ്ങനെയുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഏത് ഭാഗത്തായാലും കിടക്കയിലോ ഇരിക്കാം. കിടക്കയിലിരുന്നാലും മതി. നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നില്ലേ, അവിടെ ഇരിക്കുന്ന അവസരത്തിൽ മനസ്സ് ശാന്തമാക്കണം. പൂർണ്ണമായിട്ട് മനസ്സിനെ ശാന്തമാക്കിയിട്ട് ഇത് ചെയ്യാവും. മറ്റ് ചിന്തകളൊന്നും പാടില്ല. ആരെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല, ഒരു പ്രവൃത്തിയെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഇത് ചെയ്ത് ഞാൻ എനിക്ക് ഇന്ന് ഗുണം കിട്ടും അതൊന്നും നമ്മളെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. മനസ്സ് പൂർണ്ണമായിട്ട് ശാന്തമാക്കുക. അതാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുന്നത്. കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ശരീരം തണുത്ത് കഴിഞ്ഞാലും നമുക്ക് ചെയ്യാം. പക്ഷേ ശുദ്ധിയോടുകൂടി ചെയ്യുന്നതാണ് ഉത്തമം. അങ്ങനെ ആ ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ മനസ്സ് തണുത്തിട്ടുണ്ടാവും, ശരീരം തണുത്തു, മനസ്സും തണുത്തു. എന്നിട്ടോ ഏകാഗ്രതയിൽ കൊണ്ടുവരണം. നമ്മുടെ ചിന്ത പൂർണ്ണമായിട്ടും ഒരന്നിലേക്ക് കൊണ്ടുപോകണം. മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കണം. ചീത്ത ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ദുഷ്ടചിന്തയോട് കൂടി ഇത് ചെയ്യാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞു. കാരണം അവരെ വശീകരിച്ച് കിട്ടിയതിന് ശേഷം എൻ്റെ കസ്റ്റഡിയിലേക്ക് വരട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പണി കിട്ടും, നമ്മുടെ മരണത്തിന് പോലും ഇടയാക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണമെന്നർത്ഥം. അവരെ വശീകരിച്ച് എൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് വേണം ഞാൻ അവരെ മൂക്കൊണ്ട് ഇക്ഷ ഇണ്ണ ഇമ്മ എന്നൊക്കെ വരപ്പിക്കുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വളരെയേറെ ദോഷം ചെയ്യും. അവർ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, അവരുടെ ചിലപ്പം അംഗവൈകല്യം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്ത് നിശ്ചിത ദിവസത്തിനുള്ളിൽ അവർക്ക് അപകടം വരെ ഉണ്ടാകുന്ന അർത്ഥം. അപ്പോൾ നിഷ്കളങ്കമായ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം, ഈ ചിന്തകളെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കുന്നറിയോ? ആദ്യം നമ്മളെ മനസ്സൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ണടക്കുന്നില്ലെങ്കിൽ കണ്ണടക്കണമെന്നില്ല. എന്ത് വേണം, ഈ നമ്മുടെ ശ്വാസം വിടുകയും ശ്വാസം എടുക്കുകയും ചെയ്യുന്നുണ്ടാവുമല്ലോ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോകണം. പൂർണ്ണമായിട്ട് ആ ശ്വാസത്തിലേക്ക്, ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, ശ്വാസം എടുക്കുക. അപ്പോൾ അതിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഇതിലേക്ക് വന്നേ. ഇനി ഇതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങൾ കിടക്കുന്നതിൻ്റെ തൊട്ട് നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ ഒരു ചെറിയ ഒരു അടയാളം വെക്കുക. ഒരു ചെറിയ പൊട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ ചെറിയ ഒരു എന്തെങ്കിലും കൊണ്ട് ഒരു അടയാളം വെക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുക. വേറെ എവിടേക്കും നോക്കരുത്, ആ ബിന്ദുവിലേക്ക് തന്നെ സൂക്ഷിക്കുക. മറ്റു ചിന്തകളൊന്നും പാടില്ല, അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റെ ഉള്ളിലേക്ക് അകത്തളങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം എന്ത് വേണമെന്നറിയോ, നമ്മൾ മന്ത്രം അങ്ങോട്ട് ജപിക്കാം. എന്താ മന്ത്രം എന്നറിയോ? ഞാനിവിടെ എഴുതിയിടുന്നുണ്ട്, നോക്കാം. ആദ്യം നമ്മൾ ഓംകാരം അങ്ങോട്ട് ചെയ്യണം. ഏത് കാര്യവും ശക്തി കിട്ടണമെങ്കിൽ അതിന് ഓംകാരം വേണം. ചില ആൾക്കാർ പറയും സ്ത്രീകൾ ഓംകാരം ജപിക്കാൻ പാടില്ലെന്ന്. ഒരു തെറ്റുമില്ല കേട്ടോ. ഓംകാരം പ്രണവ മന്ത്രമാണ്, നിർബന്ധമായിട്ട് എല്ലാവർക്കും ജയിക്കുക. മന്ത്രത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഓംകാരം ആദ്യം ചെയ്യണം. അപ്പോൾ
ഓം എന്ന് നമ്മൾ ജപിക്കണം. ജപിക്കുന്ന അവസരത്തിൽ സ്പീഡ് കൂട്ടരുത്, വളരെ സാവധാനത്തിൽ വേണം ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ആരുടെ ആണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ എടുത്ത് പിടിക്കണം മുന്നിൽ. ഈ മൊബൈൽ ഫോണിൽ ആ പേര് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ആ പേരിലേക്കാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. ആ ദൃഷ്ടി ഇപ്പോൾ നമ്മൾ ഭിത്തിയിലേക്ക് നോക്കി നടത്തുന്ന ദൃഷ്ടി പിന്നെ മാറ്റും നമ്മൾ. അല്ല ശ്വാസം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്വാസം മാറ്റി പിന്നെ നമ്മുടെ ശ്രദ്ധ ഈ മൊബൈലിലുള്ള ഈ എഴുതിയ പേരിലായിരിക്കണം. ആ പേരിലേക്ക് മാത്രം സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മന്ത്രം അങ്ങോട്ട് ജപിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? ആദ്യം ഓംകാരം ജപിച്ചു, പിന്നെ അവരുടെ പേര്. ഈ പേര് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് വിനോദ്. ഇപ്പം എൻ്റെ ഭാര്യയാണ് ഇത് ചെയ്യുന്നിരിക്കട്ടെ. അപ്പം ഭാര്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഓം വിനോദ് ആകർഷയാ സ്വാഹ, ഇതാണ് ചെയ്യേണ്ടത്. ഓം വിനോദ് ആകർഷയ സ്വാഹ. ഇത് നമ്മൾ ജപിക്കുക. ഒരു 41 വട്ടം ജപിക്കുക. മതി. ഒരു 5 മിനിറ്റ് ജപിച്ചാലും മതി. പക്ഷെ ഇത് സ്പീഡ് കൂട്ടാതെ വേണം ജപിക്കാൻ. ഭക്തിയോടുകൂടി വേണം ജപിക്കാൻ. ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ. ഈ ശ്രദ്ധയോടുകൂടി ജപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഇത് ഈ മൊബൈലിലെ ഇതിലാണ്. കണ്ണ് തുറന്നിട്ട് നമ്മൾ മൊബൈലിൽ എഴുതിയിട്ടുണ്ടാവും വിനോദ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അവരുടെ പേര് എഴുതിയിട്ടുണ്ടാവും അതിലേക്ക്. ഇത് ഒരു 21 ദിവസം നമ്മളിത് അങ്ങോട്ട് ചെയ്തു നിൽക്കട്ടെ. പിന്നെ അന്തരീക്ഷം മൊത്തം മാറും. അവർ നിങ്ങളെ വിളിച്ചിരിക്കും, ഉറപ്പാ. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും, ഉറപ്പാ. ഇത് പണ്ട് കാലങ്ങളിലേ നമ്മുടെ ആചാര്യന്മാർ നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇന്ന് അന്യം നിന്ന് പോയി എന്ന് മാത്രം. നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനോ പറയാനോ ഒന്നും പോകരുത്. അവരെ വിളിക്കാനോ ശല്യം ചെയ്യാനോ ഒന്നും പോകരുത്. നിങ്ങളെന്ത് വേണം? ഇത് അവർ നിങ്ങളെ വിളിച്ചിരിക്കും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളായിട്ട് ബന്ധപ്പെടും. പിണങ്ങി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെ സൗഹൃദ ഭാഷണത്തിനായിട്ട് മുന്നോട്ട് വരും. പക്ഷേ ഇത് നിങ്ങൾ ചുരുങ്ങിയത് ഇത് ഒരു ദിവസമല്ല ചെയ്യേണ്ടത്, 41 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ജപിക്കണ്ട. നിങ്ങൾക്ക് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ജപിക്കണ്ട. ചിലപ്പോൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആയിരിക്കും വരിക, ഒരു കോള് വരും, ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് വേണം വെച്ചാൽ പിറ്റേ ദിവസം മുതൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജപിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ ജപം തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായ ദിവസങ്ങളിൽ തന്നെ ഇത് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഈ അവസരത്തിൽ മനസ്സൊക്കെ നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ തെറ്റിദ്ധാരണ മൂലം അകന്നുപോയ ആൾക്കാർ പോലും അതൊക്കെ മാറ്റിയിട്ട് വരും. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ. ഈ ഒരു കർമ്മം ചെയ്തു നിങ്ങളിത് ചെയ്തതിന് ശേഷം പിന്നെ അവർ നിങ്ങളായിട്ട് ബന്ധം ഉറപ്പിച്ചു. പക്ഷെ ഒരു കാരണവശാലും ഞാൻ ഈ ഒരു കർമ്മം ചെയ്തിട്ടാണ് നീ രണ്ടാമതും വന്നത് എന്ന് അവരോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് കുടുംബത്തിൽ വലിയൊരു പ്രശ്നത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നമ്മളല്ലാതെ മറ്റൊരാൾ അറിയരുത്. ചെയ്ത് കഴിഞ്ഞ് ഗുണം കിട്ടിയാലും മറ്റൊരാളും അറിയരുത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അവർ ചെയ്തോട്ടെ, അവരതുപോലെ ആവട്ടെ. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു ഫോണില്ല എന്നിരിക്കട്ടെ, ഫോണില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടത്. ചില സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കും വേണ്ടേ? അതിനെന്താ വഴിയെന്ന് വെച്ചാൽ നമ്മളൊരു റെഡ് പേപ്പർ എടുക്കുക, ചുവന്ന പേപ്പർ. ആ ചുവന്ന പേപ്പറിൻ്റെ അകത്ത് ചുവന്ന മഷി കൊണ്ട് എഴുതുക ഈ പേര്. എന്നിട്ട് അത് മുന്നിൽ പിടിച്ചുകൊണ്ട് ഇതേപോലെ ചെയ്യുക. ഫോൺ പിടിക്കുന്നതിന് പകരം ഈ പേപ്പർ അങ്ങോട്ട് പിടിച്ചിട്ട് ആ പേരിലേക്ക് മാത്രം നോക്കിയിട്ട് ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാത്രമാക്കിയിട്ട് അത് ചെയ്യുക. സ്പീഡ് കൂട്ടരുത്, ആക്രാന്തം കാണിക്കരുത്, സാവധാനം ചെയ്താൽ മതി. ശാന്തമായ മനസ്സായിരിക്കണം, മറ്റു ചിന്തകൾ ഉണ്ടാവരുത്. നമ്മളിവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ അടുത്ത പിന്നെ മുറിയിൽ നിന്ന് നമ്മളെ ആൾക്കാർ വിളിക്കാൻ ഇടവരരുത്. അപ്പോൾ ആ വിധത്തിൽ ശാന്തമായിട്ട് മനസ്സിനെ ഏകീകരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. എൻ്റെ എളിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഡൈവേഴ്സ് ആവാൻ തയ്യാറായി നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഇത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈശ്വരനായിട്ട് നമ്മളെ കോർത്തിണക്കിയതാണ്. ഈശ്വരനായിട്ട് കോർത്തിണക്കിയത് നമ്മളായിട്ട് വേർതിരിക്കരുത്. അതുകൊണ്ട് നമ്മളൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. എന്നിട്ട്
അവരെ നമ്മളതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഈ ഒരു മന്ത്രം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇതൊന്നും പറ്റില്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിന് ഒരുപാട് 10, 200-ലേറെ വശീകരണ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ലളിതമായത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നും കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ 2 എണ്ണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താം. എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ക്ലീം എന്ന് പറയുന്നത്. ഈ ക്ലീം എന്ന് പറയുന്ന ആ അക്ഷരം ഒരു ബീജാക്ഷരമാണ്. വളരെയേറെ ശക്തിയുള്ളതാണ്. ഓംകാരത്തിനെ പോലെ തന്നെ ശക്തിയുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ക്ലീം എന്ന് പറയുന്നത്. ഇതിനെ വളരെ കൃത്യമായി പറയുന്നത് ആകർഷണ വശ്യ ബീജാക്ഷരം എന്നാണ് ഈ അക്ഷരത്തിനെ പറയുന്നത്. ആകർഷണ വശ്യ ബീജാക്ഷരം, ബീജാക്ഷര മന്ത്രം തന്നെ പറയാം. ഒറ്റ അക്ഷരമേ ഉള്ളൂ, ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. ഈ കാര്യവും നമ്മൾക്ക് ഇതേപോലെ ജപിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ജപിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, വീടിൻ്റെ മൊത്തം നോക്കി കഴിഞ്ഞാൽ വടക്ക് ഭാഗം എന്ന് വെച്ചാൽ കന്നിമൂലയുടെ ഭാഗം, അവിടെ പോയിട്ട്, കന്നിമൂലയുടെ അല്ല, വായുകോണിൽ, തെറ്റിപ്പോയതാണ്, വായുകോണിൽ നമ്മൾ ഇരുന്നിട്ട് വടക്കോട്ട് നോക്കിയിരുന്ന് മാത്രമേ ഇത് ജപിക്കാൻ പാടുള്ളൂ. മന്ത്രങ്ങൾ കൂടുതൽ ശക്തി ഉണ്ടാകുന്നത് വടക്കോട്ട് നോക്കി ജപിക്കുമ്പോഴാണ്. അപ്പോൾ ആ തരത്തിലാണ് ഇത് ജപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഈ മന്ത്രം ജപിക്കേണ്ടത് 108 ആവർത്തിയാണ്. എന്താ മന്ത്രം? ക്ലീം, ക്ലീം. ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ. ഈ ക്ലീം എന്നുള്ളത് എത്ര ദിവസം ജപിക്കണം? 21 ദിവസം ചുരുങ്ങിയത് ജപിക്കണം. 41 കറക്റ്റ് ഒരു മണ്ഡലം. 21 പക്ഷേ അപ്പോൾ അതിന് മുമ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ക്ലീം എന്നുള്ള മന്ത്രം 108 ആവർത്തി. മനഃശുദ്ധി വേണം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ, ഏകാഗ്രത വേണം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ, ശരീരശുദ്ധി വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ വടക്കോട്ട് നോക്കിയിരുന്ന് ആദ്യം വേണമെങ്കിൽ ശ്വാസമൊക്കെ ചെയ്ത് ആ ഭിത്തിയിൽ ഒട്ടിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് നമ്മൾ അതിലേക്ക് നോക്കി മനസ്സിനെ ഏകാഗ്രതയിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മൾ ജപിക്കുമ്പോൾ ക്ലീം ക്ലീം എന്ന വിധത്തിൽ നമ്മൾ ആവർത്തി 108 ആവർത്തി നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ ഇതെല്ലാം നമ്മൾ 108 ആവർത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് പറയുക, ആരെയാണോ നമ്മൾ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും അവരുടെ ജന്മനക്ഷത്രവും പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യവും പറയുക. നമ്മുടെ ആവശ്യം എന്താ പറയുക, എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറയണം. കാരണം ഉദാഹരണത്തിന് എൻ്റേതാണെങ്കിൽ എൻ്റെ പേര്, എൻ്റെ നക്ഷത്രം ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവായിട്ടുള്ള ഇന്നാൾ പിണങ്ങി നിൽക്കുകയാണ്, അവരെനിക്ക് വീണ്ടും യോജിപ്പിച്ച് തരണേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥന. അത് കഴിയുക. ഇങ്ങനെ 108 ആവർത്തിയാണ് ചെയ്യേണ്ടത്. ഇതിനും എന്ത് വേണം? വ്രതത്തിൻ്റെ ആവശ്യമില്ല, നിലവിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. ചില ഒരു മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഒരു വിഷയമില്ല. കഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധി വെച്ച് നമ്മൾ ശരീരശുദ്ധി വരുത്തുന്നുണ്ടല്ലോ, ശരീരശുദ്ധി വരുത്തിയിട്ട് നിങ്ങൾക്ക് എപ്പോഴായാലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ രാത്രി 7 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഉത്തമം. എല്ലാം അങ്ങനെയാണ്. രാത്രി 7 മണിക്ക് ശേഷം ചെയ്യുമ്പോൾ വളരെയാണ് നല്ലതാണ്. അപ്പോൾ എന്ത് വേണം? ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സന്തോഷമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകില്ല. പക്ഷേ നമ്മുടെ സ്വഭാവം നന്നാക്കണം. അവരെ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ ഇതുപോലെ ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ പിണങ്ങാതിരിക്കില്ല. അല്ലാണ്ട് ആ പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇത് അടുത്തടിച്ച് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. നല്ല ചിന്തയോടുകൂടി നല്ല പ്രവൃത്തി ചെയ്യണം എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇത് പിന്നെയും ചെയ്യാമെന്നല്ല, നമ്മൾ കൂടെ ചെയ്യേണ്ട സാധനമല്ല ഇത്. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹകരിച്ച്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. വിട്ടുവീഴ്ച ചെയ്യാതെ പോകരുത്. അതാണായാലും പെണ്ണായാലും പരസ്പരം വിട്ടുവീഴ്ചയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് വേണം പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ആവശ്യക്കാർക്ക് മാത്രം, ദുഷ്ടന്മാർക്ക് അയച്ചു കൊടുക്കാനേ പാടില്ല. ഏതൊരു കാര്യവും നമ്മൾ കൊടുക്കുമ്പോൾ അർഹതപ്പെട്ട ആൾക്കാർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അവർക്കിത് ഗുണം ചെയ്യട്ടെ, നിങ്ങൾ കാരണം ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് മാത്രം ചിന്തിക്കുക. അത് മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ടോ സഹോദരന്മാരായിട്ടോ ഇനി നേരത്തെ പറഞ്ഞ പോലെ കാമുകന്മാരായാലും നല്ല ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും
നമ്മൾ ഒരാൾ നമ്മളെ പ്രേമിക്കുന്നു ഇരിക്കട്ടെ, നമ്മളെ പ്രേമിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ വശീകരിക്കാൻ വേണ്ടി ഇത് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. എനിക്കങ്ങനെ അതിനെ കണ്ടുകൂടാ. കാരണം അവൻ മുഴുക്കുടിയനാണ്, അല്ലെങ്കിൽ അവൾ തരികിടയാണ്, പല ആൾക്കാരെയും ഇങ്ങനെ തേച്ചിട്ട് പോയതാണ് എന്നൊക്കെ ഉള്ളതാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾക്ക് എതിരെ, നമ്മൾക്ക് അവരോട് താല്പര്യം തോന്നുന്ന വിധത്തിൽ ചെയ്യും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 100% പിന്നീട് ഒരു ആക്സിഡൻറ്റോ മറ്റങ്ങ് അപകടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരിതങ്ങളോ അവർക്ക് സംഭവിക്കും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ, ആകർഷണമല്ല മറ്റ് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ കേൾക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ നാരായണ കവചം എന്ന് പറയുന്ന ശ്രേഷ്ഠമായ മന്ത്രമുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ ദേവി മാഹാത്മ്യമോ മൂലഗ്രന്ഥം നിത്യവും പാരായണം ചെയ്യുക. ഒരാളുടെ ഒരു കാര്യവും നമ്മളിൽ ഏൽക്കില്ല. ഇതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയട്ടെ. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെന്നാൽ ഇതിന് തൊട്ട് താഴെ, ഞാൻ സംസാരിക്കുന്ന തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. തൊടുമ്പോൾ തന്നെ അതിനോട് ചേർന്നിട്ടൊരു മണിയുടെ ചിത്രം ഉണ്ടാവും, അവിടെയും കൂടി തൊടുക. തീർന്നു. ഇനി ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരുടെയും കുടുംബവും സന്തോഷവും ധന്യവുമായി തീരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.